കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. സന്താനമുണ്ടാവാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. സന്താന ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സൽസന്താനമുണ്ടാവാനും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാനും ഉള്ള ചില വഴിപാടുകളും ചില ട്രിക്കുകളും ചില പൂജാവിധികളുമൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. സന്താനമില്ലാത്തവർ ചെയ്യേണ്ട ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത്, ഞാനൊരു വീഡിയോ മുമ്പിട്ടിരുന്നു, കൃഷ്ണനാട്ടം വഴിപാട്. അതായത് കൃഷ്ണനാട്ടം അവതാരം എന്ന വഴിപാട് ഗുരുവായൂർ അമ്പലത്തിൽ നടത്തുക. ഇത് നേരുക. ഇത് സന്താനം ഉണ്ടാവുന്നതിന് മുമ്പും ചെയ്യാം, സന്താനം ഉണ്ടായിക്കഴിഞ്ഞിട്ടും ചെയ്യാം. നമ്മളിത് വിചാരിച്ചാൽ ഇത് ചെയ്യണമെന്ന് മാത്രം. രണ്ടാമത്തത്, നമ്മൾ ശ്രാവണപുത്രട ഏകാദശി എന്നൊരു ഏകാദശി വ്രതമുണ്ട്. അത് അനുഷ്ഠിക്കേണ്ടത് ശുക്ലപക്ഷത്തിലാണ്. എപ്പോൾ? ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലുള്ള ശ്രാവണപുത്രട ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സന്താനമുണ്ടാവാൻ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഉണ്ടാകുന്ന സന്താനങ്ങൾ നല്ല ഐശ്വര്യമുള്ളവരായി തീരുകയും ചെയ്യും. പിന്നെ ചെയ്യുന്നൊരു വഴിപാടാണ് മണ്ണാർശാല ഉരുളി കമിഴ്ത്തുക. മണ്ണാർശാല ഉരുളി കമിഴ്ത്തി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ സന്താനമുണ്ടാവുമെന്നാണ് വിശ്വാസം. അപ്പോൾ അത് സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ സന്താനത്തെയും കൊണ്ടുപോയി ആ ഉരുളി നിവർത്തി വയ്ക്കുകയും ചെയ്യും. ഇത് നാഗങ്ങൾക്കുള്ള ഒരു വഴിപാടാണ് ഉരുളി കമിഴ്ത്തുക എന്ന് പറയുന്നത്. നാഗാരാധന കൊണ്ട് എങ്ങനെയാണ് ഒരു സന്താനം നാഗങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഒരു വഴിപാടാണിത്. അതിനുള്ള വഴിപാടാണിത്. പിന്നെ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് സന്താന ഗോപാല മന്ത്രം. ഈ സന്താന ഗോപാല മന്ത്രം എന്ന് പറയുന്നത്, ദേവകീസുത ഗോവിന്ദ വാസുദേവോ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. വേണമെങ്കിൽ എഴുതിയെടുക്കാം. ദേവകീസുത ഗോവിന്ദ വാസുദേവോ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്നതാണ് സന്താന ഗോപാല മന്ത്രം. ഇത് ശ്രീകൃഷ്ണനെ ഉപാസിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ നമുക്ക് രാവിലെയും വൈകിട്ടും ഒരു 41 പ്രാവശ്യം നമുക്ക് ഈ മന്ത്രം ചൊല്ലാം. അപ്പോൾ സന്താന യോഗത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈ മന്ത്രം ചൊല്ലുക. അപ്പോൾ സൽസന്താനം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ ശിവപാർവതി സുബ്രഹ്മണ്യൻ ഗണപതി എന്ന ശിവൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ, ശിവൻ, പാർവതി, സുബ്രഹ്മണ്യൻ, ഗണപതി എന്നിവരടങ്ങുന്ന ശിവപാർവതി ആ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ പൂജാമുറിയിലോ വീട്ടിൽ, അതായത് ആരും വേസ്റ്റൊന്നും നിക്ഷേപിക്കരുത്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർ നല്ലൊരു സ്ഥലത്ത്, നല്ലൊരു പുണ്യമായ സ്ഥലം വീട്ടിൽ കണ്ടെത്തിയിട്ട് അവിടെ വയ്ക്കാം. അത് ശിവപാർവതി, സുബ്രഹ്മണ്യ, ഗണപതി ഇവരുള്ള ഒരു ഫോട്ടോ. അത് ശരിക്കും ഒരു പ്രസന്നത കൊണ്ടുവരുന്നതാണ്, നമുക്ക് പോസിറ്റീവായൊരു അനുഭൂതി. അപ്പോൾ കുട്ടികളില്ലാത്തവർ ആ ഒരു അനുഗ്രഹം നമുക്ക്, ആ സന്തോഷമായിരിക്കുന്ന ആ പോസിറ്റീവ് എനർജി, ആ കുടുംബത്തോടു കൂടി ശിവനും പാർവതിയും മക്കളുമൊക്കെയായി സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ആ ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കയറുകയും അത് നമ്മളിൽ ആ പോസിറ്റീവ് എനർജിയുടെ ബലമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നെ ചെയ്യുന്ന ഒരു വഴിപാടെന്ന് പറയുന്നത് സന്താന ഗോപാല പൂജയാണ്. അത് ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പ്രധാനമായിട്ടും ചെയ്യുക. സന്താന ഗോപാല വഴിപാടുകളുള്ള അമ്പലങ്ങളുണ്ട്. അവിടെയുള്ള പോയിട്ട് ഈ മന്ത്രാർച്ചന ചെയ്ത് അവർ പൂജ ചെയ്യും.
അമ്പലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് അത് തിരുവമ്പാടി പോലെയുള്ള പൂജ ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ നടത്തുന്ന ഒരു പൂജയാണ്. അപ്പോൾ ഈ സന്താന ഗോപാല മന്ത്രം ചൊല്ലിക്കൊണ്ട് അവർ സന്താന ഗോപാല പൂജ ചെയ്യും ഉണ്ണിക്കണ്ണന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി കുട്ടികളുണ്ടാവാനും ഉള്ള കുട്ടികൾക്ക് നല്ലതായി വരാനും ഒക്കെ ഗുണം ചെയ്യും. പിന്നെ സൽസന്താനം ഉണ്ടാകാൻ ചെയ്യുന്ന മറ്റൊരു വഴിപാടാണ് ഒരു സന്താന ഗോപാല രൂപത്തിൽ കൃഷ്ണൻ ഇരിക്കുന്ന ഒരു അമ്പലത്തിൽ വിഷ്ണുവിൻ്റെ സന്താന ഗോപാലമൂർത്തി ആ ഒരു രൂപത്തിലുള്ള കൃഷ്ണനെ ആ അമ്പലത്തിൽ ഇടയ്ക്ക് ദർശനം നടത്തുക. അവിടെ തിരുവോണം നാളിൽ പാൽപ്പായസം, ഒരു കുടം പാൽപ്പായസം ആ വഴിപാട് നടത്തുക. ഒരു കുടം പാൽപ്പായസം. എന്നിട്ട് ഈ പാൽപ്പായസത്തിന് കിട്ടുന്ന ആ വഴിപാടിൽ നിന്ന് കിട്ടുന്ന ഒരു കുടം പാൽപ്പായസം നമുക്കടുത്തുള്ള അല്ലെങ്കിൽ പരിചയത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾക്ക് വിതരണം ചെയ്യുക. അപ്പോൾ ഈ കുട്ടികൾ ഈ പായസം കഴിച്ചിട്ടുണ്ടാകുന്ന ആ സന്തോഷത്തിൻ്റെ ആ പോസിറ്റീവ് എനർജി നമ്മളിൽ വന്ന് നിറയുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് നമ്മളിലൊരു അനുഗ്രഹമായി, കുട്ടികളുടെ ഒരു അനുഗ്രഹമായി, ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹമായി വന്നു നിറയും. അതായത് ഒരു കുടം പാൽപ്പായസം വഴിപാട് സന്താന ഗോപാലമൂർത്തി രൂപത്തിലുള്ള അമ്പലത്തിൽ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അടുത്തത് ഷഷ്ഠി വ്രതമാണ്. അതായത് മുരുക ഭഗവാന്റെ, സുബ്രഹ്മണ്യ ഭഗവാന് വേണ്ടി അനുഷ്ഠിക്കേണ്ട വ്രതമാണ് ഇത്. മാസത്തിൽ ഷഷ്ഠി വരും. അപ്പോൾ അമാവാസി കഴിഞ്ഞിട്ടുള്ള ഷഷ്ഠി വ്രതം എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ സന്താനങ്ങൾ ഉണ്ടാകാനായിട്ട് വളരെ നല്ലൊരു വിശേഷപ്പെട്ട ഒരു വ്രതമാണ് ഷഷ്ഠി വ്രതം. ഇത് അല്ലെങ്കിൽ സ്കന്ദഷഷ്ഠി വ്രതം എന്ന് പറഞ്ഞ് വർഷത്തിലൊരിക്കൽ ഉള്ള ഒരു വ്രതവുമുണ്ട്. അത് 6 ദിവസമാണ്. ഈ വ്രതം എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുക. ഈ ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഒരു സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ പോയി നമ്മളവിടെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. എനിക്ക് സൽസന്താനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ വിളി കേൾക്കാതിരിക്കില്ല. മാത്രമല്ല പെട്ടെന്ന് തന്നെ നമ്മളെ വളരെ കാരുണ്യമുള്ള, നമ്മുടെ മനസ്സിന് നമ്മുടെ വിഷമം പറയുമ്പോൾ കരുണയോടുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ നടത്തി തരുന്ന ഭഗവാനാണ് സുബ്രഹ്മണ്യൻ എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല വളരെ ശുദ്ധമായ, അത്രയും സത്വഗുണമുള്ള ഒരു ഭഗവാനാണ് സുബ്രഹ്മണ്യൻ, ഒരു ദേവതയാണ്. അപ്പോൾ ഈ ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളൊരു വഴിപാടാണ്, വഴിപാട് വളരെ ഫലവത്തായിട്ടുള്ളൊരു വഴിപാടാണ് ഗുരുവായൂർ. നമുക്കൊരു സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സന്താനത്തെയും കൊണ്ടുവന്ന് അവിടെ തന്നെ തുലാഭാരം ചെയ്യാം, കദളിപ്പഴം കൊണ്ട് തുലാഭാരം ചെയ്യാം എന്ന് നേരുക. ഗുരുവായൂരപ്പൻ നേരുക. കദളിപ്പഴം കൊണ്ട് ഗുരുവായൂർ തുലാഭാരം ചെയ്യാമെന്നും പിന്നെ അവിടെ തന്നെ കുട്ടിയുടെ ചോറൂണ് നടത്തിക്കൊള്ളാമെന്നും ഒക്കെ നേരുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മുടെ ആ വഴിപാടിൻ്റെ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയും പിന്നെ നമ്മൾ ഇത് നടന്നു കഴിഞ്ഞാൽ കുട്ടിയെയും കൊണ്ടുപോയി അവിടെ തുലാഭാരവും ചെയ്യുക, ചോറൂണും നടത്തുക. അപ്പോൾ നമ്മൾ മനസ്സിൽ ഭഗവാനോട് അറിഞ്ഞു പ്രാർത്ഥിക്കുക. സന്താനം ഉണ്ടാക്കി തരണേ, എൻ്റെ സന്താനം ദുഃഖം അകറ്റണേ എന്ന് പറഞ്ഞ് എന്നിട്ട് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കരുതുക. എന്നിട്ട് സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിയെയും കൊണ്ടുപോയി അവിടെ തുലാഭാരം ചെയ്യുക, ഈ ചോറൂണ് വഴിപാട് നടത്തുക. 6 മാസത്തിലാണ് ചോറൂണ്, അത് നടത്തുക. അപ്പോൾ ഇതൊക്കെ സന്താനം ഉണ്ടാവാനായി അനുഷ്ഠിക്കേണ്ട ചില വഴിപാടുകളും വിധികളുമാണ്. അപ്പോൾ ഇനിയും എനിക്ക് കിട്ടാവുന്ന നല്ല അറിവുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം.
അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.